പോകാൻ കഴിയാത്ത രൂപത്തിൽ അവര് നരകത്തിലെ ശാശ്വതന്മാരാണ്. സയ്യിദ ഉമ്മുൽ മുഅ്മിനീൻ ബീവി ആയിഷ റളിയല്ലാഹു അൻഹാ. അതുകൊണ്ട് ശ്രദ്ധിക്കണേ, ചെറിയ നിസ്സാരമാണെന്ന് നമ്മൾ കരുതുകയാണ്. എന്റെ മകൾ എന്താ ഒരു ഫാൻ ഇട്ടാലെന്താ, എന്റെ മകൾക്ക് എന്താ ഒരു ടീഷർട്ട് വാങ്ങിച്ചു കൊടുത്താലെന്താ. സ്ത്രീകൾക്ക് ഒരു വസ്ത്രവിധാനമുണ്ട്. ആ വസ്ത്രവിധാനങ്ങൾ സ്ത്രീകൾ ധരിക്കണം. പുരുഷന്മാർക്ക് ഒരു വസ്ത്രവിധാനമുണ്ട്. ആ വസ്ത്രവിധാനം പുരുഷന്മാര് ധരിക്കണം. അത് അല്ലാഹുവിന്റെ ദീൻ അങ്ങനെയാണ് നമുക്ക് നിശ്ചയിച്ചു തന്നത്. നിശ്ചയിച്ചതിന്റെ ഒരു അതിർവരമ്പിന്റെ അപ്പുറം നമ്മൾ കടക്കാൻ പാടില്ല. അങ്ങനെ കടന്നാൽ എന്താ? കടന്നാൽ ഒന്നുമില്ല. ഭൗതികമായ ലോകത്തെ ഈ സുഖങ്ങൾ മാത്രമേ ഉണ്ടാവൂ. ആഖിറത്തിൽ ഒരു സുഖവും ഉണ്ടാവുകയില്ല. അവിടെയാണ് അടിച്ചുപൊളിയുടെ ലോകം, അവിടെയാണ് ആനന്ദത്തിന്റെ ലോകം. ദുനിയാവാണ് അടിച്ചുപൊളി എന്ന് ചിലർ കരുതുകയാണ്. ഇവിടെ ഇങ്ങനെ അടിച്ചു പൊളിച്ചിട്ട് ബ്ലോഗർമാരായി ജീവിച്ചിട്ട് ആ ബ്ലോഗില് കുറച്ച് ടീഷർട്ടും അതുപോലെ തന്നെ ജീൻസ് പാന്റും ഒക്കെ ഇട്ടിട്ട് പല നിലക്കുള്ള അഭിനയങ്ങൾ ഇങ്ങനെ കളിച്ചിട്ട് ആ അഭിനയങ്ങളുമായി ഇങ്ങനെ ജീവിച്ചാൽ എന്താണ് ചിലരുടെ ധാരണ? എല്ലാമായി എന്നതാണ്. അങ്ങനെ കാണുന്ന ഒരു പെൺകുട്ടി ആഗ്രഹിക്കുകയാണ്, ഏതെങ്കിലും ഒരു നാട്ടിലെ ഒരു പെൺകുട്ടിക്ക് ടീഷർട്ട് ഇട്ടിട്ട് ജീൻസ് പാന്റ് ഇട്ടിട്ട് ബ്ലോഗറായി അഭിനയിക്കാമെങ്കിൽ എനിക്കെന്തേ ആയിക്കൂടാ? ധിക്കാരത്തിന്റെ ചിന്തകളാണ്. എല്ലാം ആകപ്പാടെ മാറി മറിഞ്ഞില്ലേ? നമ്മളെപ്പോഴാണ് ഇതിനെക്കുറിച്ച് അവബോധമുള്ളവരാവുക? നമ്മളെപ്പോഴാണ് ഈ അടിച്ചുപൊളിയുടെ ജീവിതത്തിനെതിരെ ഒന്ന് മനസ്സറിഞ്ഞ് പ്രവർത്തിക്കുക? ഉപ്പമാരെ, ഉമ്മമാരെ, ചെറിയ പ്രായത്തിൽ തന്നെ ബോധോദയം നൽകിയില്ല എങ്കിൽ പിടിച്ചാ കിട്ടൂല. 2-3 വർത്തമാനം ഇന്ന് കണ്ടില്ല നമ്മൾ. ഇന്നത്തെ ഏറ്റവും ലൈവായ വാർത്തയാണ്. 14 വയസ്സുള്ള ഒരു കുട്ടി. ആ കുട്ടിയോട് ഉമ്മ പറഞ്ഞു, നിനക്ക് ഞാൻ മൊബൈൽ തരൂല. ഗെയിം കളിക്കാൻ മൊബൈൽ ചോദിച്ചു. ഉമ്മ പറഞ്ഞു, നിനക്ക് ഞാൻ മൊബൈൽ തരൂല. എന്താണ് ഈ മകൻ ചെയ്തത്? നമ്മുടെ മദ്രസകളിൽ നിന്നൊക്കെ ചെറിയ മക്കൾക്ക് നമ്മൾ നല്ല പാഠങ്ങൾ നൽകുകയാണ്. ഉമ്മയെ എങ്ങനെ സ്നേഹിക്കണം, ഉമ്മയെ എങ്ങനെ ബഹുമാനിക്കണം, ഉമ്മയെ എങ്ങനെ ആദരിക്കണം. ഒരു ഉമ്മാനോട് ഒരാൾ മോശമായി പെരുമാറിയാൽ അയാളുടെ ഒരു അമല് പോലും അല്ലാഹു സ്വീകരിക്കൂല. ഒരു ഉപ്പയോട് മോശമായി പെരുമാറിയാൽ അയാളുടെ ഇബാദത്തുകൾ പോലും അല്ലാഹു സ്വീകരിക്കൂല. അല്ലാഹു അതൊക്കെ സ്വീകരിക്കാനുള്ള മാനദണ്ഡം ഉപ്പയോടും ഉമ്മയോടുമുള്ള ബഹുമാനമാണ്. വഖളാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹ് വബിൽവാലിദൈനി ഇഹ്സാന വഖളാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹ്. അല്ലാഹുവിനെ അല്ലാതെ നിങ്ങൾ വേറൊരാളെയും ആരാധിക്കാൻ പാടില്ല. അത് പറഞ്ഞു കഴിഞ്ഞതിന്റെ ഉടനെയാണ് പറഞ്ഞത് വബിൽവാലിദൈനി ഇഹ്സാന, നിങ്ങൾ മാതാപിതാക്കളോട് നല്ല നിലക്ക് വർത്തിക്കണേ. സുബ്ഹാനല്ലാഹ്. അല്ലാഹുവിനെ അല്ലാതെ നിങ്ങൾ ആരാധിക്കാൻ പാടില്ല എന്നത് തൗഹീദിന്റെ ഏറ്റവും വലുതാണ്. ഇതിനേക്കാളും വലിയ തൗഹീദില്ല. അല്ലാഹുവിന്റെ ഏറ്റവും വലിയ പ്രഖ്യാപനം, അല്ലാഹുവിനെ അല്ലാതെ നിങ്ങൾ വേറൊരാളെയും ആരാധിക്കരുത്. അത് റബ്ബിന്റെ വലിയ പ്രഖ്യാപനമാണ്. അത് അല്ലാഹുവിന്റെ തൗഹീദാണ്. അതാണ് ഒരു മുസ്ലിമിന്റെ അടിത്തറ, ഒരു മുസ്ലിമിന്റെ ആകത്തുക. അല്ലാഹുവിനെയാണ് നമ്മൾ ആരാധിക്കേണ്ടത്. അത് തൗഹീദിന്റെ വാചകങ്ങളാണ്, അത് തൗഹീദിന്റെ പ്രഖ്യാപനമാണ്. ആ തൗഹീദിന്റെ പ്രഖ്യാപനം കഴിഞ്ഞ ഉടനെ അല്ലാഹു അടുത്ത് പറയുന്നത് വബിൽ വാലിദൈനി ഇഹ്സാന, നിങ്ങൾ മാതാപിതാക്കളോട് നല്ല നിലക്ക് വർത്തിക്കണേ. പക്ഷേ 14 വയസ്സുകാരൻ ഉമ്മ മൊബൈൽ ഫോൺ കൊടുക്കൂല എന്ന് പറഞ്ഞപ്പോ ഉമ്മാന്റെ കഴുത്തിലേക്ക് കത്തിവെക്കുകയാണ്. ആ ചിത്രം ഇന്ന് സോഷ്യൽ മീഡിയകളിൽ വ്യാപകമായി പ്രചരിച്ചു. ആ രംഗം ഇങ്ങനെ കണ്ടപ്പോ എന്തൊരു മുറിവാണ് ഉമ്മാന്റെ കഴുത്തിൽ വന്നിട്ടുള്ളത്. ആഴത്തിലുള്ള മുറി. ആ മുറിയുമായി ഉമ്മ ഇന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അത്യാസന്ന നിലയിൽ കഴിയുകയാണ്. സുബ്ഹാനല്ലാഹ്.
അല്ലാഹു നമ്മുടെ മക്കളെ നന്നാക്കി തരട്ടെ. ചെറിയ പ്രായത്തിലെ മക്കളെ അതേ വളർത്തുവാനും ആ മക്കളെ ഇസ്ലാമികപരമായി വളർത്തുവാനും ആ മക്കളെ തെറ്റിലേക്ക് നീങ്ങുമ്പോ അവരെ അവബോധമുള്ളവരാക്കുവാനും അവരെ തെറ്റിന് വേണ്ടി വാദിക്കുമ്പോ അതിനു വേണ്ടി കൂട്ടുനിൽക്കാതിരിക്കലും രക്ഷിതാക്കളുടെ കടമയാണ്. ഒരു മകളെയും ഒരു മകനെ ആ ഉപ്പയും ഉമ്മയും ഹറാമായ ജീവിതത്തിന് വേണ്ടിയാണ് ഒരു മക്കൾക്ക് സൗകര്യം ചെയ്തു കൊടുക്കുന്നതെങ്കിൽ അവര് ദയ്യൂസുകളാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മക്കൾക്ക് പുരുഷന്മാരുടെ വസ്ത്രം വാങ്ങിച്ചു കൊടുക്കുന്ന മാതാപിതാക്കള് അവര് ദയ്യൂസുകളാണ്. നരകത്തിൽ കടക്കുന്ന 3 വിഭാഗത്തെ പരിചയപ്പെടുത്തിയ അതിലൊരു വിഭാഗമാണ് ദയ്യൂസ്. മാതാപിതാക്കളാണ്. ഈ മാതാപിതാക്കളായ രക്ഷിതാക്കൾ അഥവാ മക്കൾ തെറ്റുകൾ ചെയ്യുമ്പോ ആ തെറ്റിന് കൂട്ടുനിൽക്കുന്ന മാതാപിതാക്കൾ അവര് ദയ്യൂസുകളാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ നീട്ടിക്കൊണ്ടു പോകുന്നില്ല. വളരെ അത്യാവശ്യമായ ഒരു വിഷയം സാന്ദർഭികമായി എല്ലാവരോടും ഓർമ്മപ്പെടുത്തി എന്ന്